ശിവാലയ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നീർമങ്കടവ് കുമ്പളത്തുംപാറ ശിവഭദ്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശിവാലയ യാത്ര 6ാമത്തെ വർഷമാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 25 കിലോമീറ്റർ ചുറ്റളവിൽ 21 ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരുന്നു. ഈ വർഷം കോന്നി വരെ പോകുന്നത് കൊണ്ട് 11 ശിവക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തുന്നത്. മുൻകൂട്ടി അറിയിച്ച ക്ഷേത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്കുള്ള ആഹാരവും വെള്ളവും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ക്ഷേത്രങ്ങളിലെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അതിൽ നിന്നും ഒരു ക്ഷേത്രമാണ് കുമ്മിൽ ശിവപാർവതി ക്ഷേത്രം. അവിടെ ചെല്ലുമ്പോൾ തന്നെ പൂന്തോട്ടങ്ങളുടെ ഒരു കലവറ എന്ന് ഈ കാണുന്നതാണ് കമണ്ടലു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ കായും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കായ് ഇനിയും നല്ല വലുപ്പം വയ്ക്കും. ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് നിറയെ ചെടികളും ചെറിയ വൃക്ഷങ്ങളും കൊണ്ട് നല്ലതുപോലെ നട്ടുപിടിപ്പിച്ച് അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. നല്ല ഒരു ഈ കൊട്ടം വെയിലത്തായാലും നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെടികളുടെ എല്ലാ പേരുകൾ അതിൻ്റെ ചോട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാളിനനുസരിച്ചുള്ള വൃക്ഷത്തൈകളും എല്ലാം അവിടെ നട്ടുവെച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ് അടുത്ത് പോയ വ്യത്യസ്തമായി തോന്നിയ ക്ഷേത്രം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. കയറുമ്പോൾ തന്നെ വിഗ്രഹങ്ങളുടെ ദർശനം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് നിന്നും ഞാൻ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇത് അതിന്റെ പുറകു വശമാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത് പോയ ക്ഷേത്രത്തിൽ ഒരു പാറയുടെ മുകളിൽ ശിവൻ നിൽക്കുന്നതായിട്ടുള്ള രൂപമാണ് കാണുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്നും നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സതിച്ചേച്ചി ചോക്കോ ബാറും ഞാൻ കോണുമാണ്. ഞങ്ങളെല്ലാവരും 11ാമത് ദർശനത്തിനായി പോയ ക്ഷേത്രമാണ് എനിക്ക് തികച്ചും വ്യത്യസ്തമായി തോന്നിയത്. കോന്നിയിലെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രം. അവിടെ മലദൈവങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ പ്രത്യേക ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അകത്തെ വീഡിയോ എടുക്കാമോ എന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ചെന്നപ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞിയും നാരങ്ങ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തൊട്ട് താഴെ കൂടെയാണ് അച്ചൻകോവിൽ ആറ് ഒഴുകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടേക്ക് ഒന്ന് ഇറങ്ങി കാലും മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നേർച്ച കൊടുക്കുന്നതാണോ എന്നറിയില്ല. പോത്ത്, എരുമ, പശു എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പ്രത്യേക ഒരു വനമേഖല ആയതുകൊണ്ട് കുറേ നേരം നമ്മൾ എല്ലാവരും അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് സുനിയണ്ണ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ പേര് അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് വരാനേ പറ്റില്ല. അന്നേ ആഗ്രഹിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ഒന്ന് വരണമെന്ന്. അപ്പോൾ ദൈവനിയോഗം എന്ന് പറയും പോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആ അവസരം കിട്ടിയത്. കൂടുതലും അമ്മമാരാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷവും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി കൊണ്ടുവരണം എന്നാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരമൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് നേരെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ